കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 40 സീറ്റുകളിലാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുക. ഇതിൽ 36 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് നിലവിൽ അന്തിമ ധാരണയായത്. ഡൽഹിയിൽ നന്ദഗോപനുണ്ട് വിവരങ്ങൾ നൽകാൻ. നന്ദൻ, കഴിഞ്ഞ ഒരു 4-5 ദിവസമായി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ചർച്ചകൾ വഴിമുട്ടി നാടകീയമായ രംഗങ്ങൾ ഉണ്ടായി. സുധാകരനെ പോലുള്ള ആളുകൾ ഡൽഹി യാത്ര ഇടയ്ക്ക് വെച്ച് ഡൽഹിയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് വന്നു. പിന്നീട് ദേശീയ നേതൃത്വം ഇടപെട്ടിട്ട് പോലും തിരിച്ച് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടും പോയില്ല. അങ്ങനെ അത്യന്തം നാടകീയമായ ഗ്രൂപ്പിസം, പോർവിളികൾ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കും എന്നേതാണ്ട് ഉറപ്പുണ്ടോ? ഗൗതം, ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് മാരത്തോൺ ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സീറ്റിൽ ഏതാണ്ട് 3-ലധികം പേരുകളാണ് ഇപ്പോഴും നിലവിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇന്നിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും ചേരുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ ഏതാണ്ട് 36 സീറ്റുകളിൽ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ബുധനാഴ്ചയോടുകൂടി കോൺഗ്രസിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബുധനാഴ്ച തന്നെ ഇത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് സുധാകരനും അതേപോലെ തന്നെ അടൂർ പ്രകാശിനെ പോലെയുള്ളവരൊന്നും ഇതുവരെയായിട്ടും അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, സുധാകരൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച AICC നേതൃത്വവുമായി പിണങ്ങി അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ അടക്കം ഫോൺ ചെയ്തിട്ടും അദ്ദേഹം തിരിച്ചു മടങ്ങിയെത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും സുധാകരൻ്റെ വിഷയത്തിൽ പോലും ഒരു അനുനയത്തിലേക്ക് എത്തുവാൻ വേണ്ടി ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അടൂർ പ്രകാശും തനിക്ക് സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ ശിവഗിരി മഠവും അടൂർ പ്രകാശിന് വേണ്ടി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് MP-മാർ മത്സരിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഇതിന് പുറമെയാണ് ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഏതാണ്ട് 3 പേരുകൾ വെച്ച് തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്താൻ ഇതുവരെയായിട്ടും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ പാളയത്തിൽ പട രൂപപ്പെട്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഈ സ്ഥാനാർത്ഥി മോഹമുള്ളവർ ഒന്നും തന്നെ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബാലികേറാമലയായി തുടരുകയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത്. ഇന്നിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും വൈകുന്നേരം ചേരുന്നുണ്ട്. അതിനുശേഷം 4 മണിക്ക് 36 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അത് എത്രമാത്രം പ്രാബല്യത്തിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. ബുധനാഴ്ചയോടുകൂടി നാളെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ചേരും. പിന്നീട് ബുധനാഴ്ച കോൺഗ്രസിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ UDF-നുള്ളിൽ പോലും ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇതിനോടകം തന്നെ മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ സീറ്റ് വിഭജനം ഉടൻ നടപ്പാക്കണം, അല്ലെങ്കിൽ ഉടൻ അതിൽ തീർപ്പാക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനവും അതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃത്വത്തിന് വലിയ തലവേദനയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഓക്കെ നന്ദൻ, എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രഖ്യാപനം നടത്തി ഒരു രാത്രി പിന്നിട്ടു. ഇന്നും രാവിലെ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആയിട്ടില്ല എന്നുള്ളതാണ്. വൈകുന്നേരം ഏതാണ്ട് 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.